കോഴിക്കോട് തെരുവ് നായകളുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിദ്യാർത്ഥിനി സ്കൂളിലേക്ക് പോകും വഴിയാണ് കുട്ടിക്ക് നേരെ തെരുവ് നായക്കൂട്ടം പാഞ്ഞെടുത്തത്. ബെൻസൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. ബെൻസൺ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എന്തൊരു അരക്ഷിതമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം ദൃശ്യങ്ങൾ ദിനംപ്രതി നമുക്ക് മുന്നിലേക്ക് എത്തുന്നുമുണ്ട്. ഈ കേസിൽ ഏതായാലും കുട്ടി രക്ഷപ്പെട്ടു അല്ലേ, അത്ഭുതകരമായിട്ട്? അതെ ലക്ഷ്മി പത്മ, ദൃശ്യങ്ങൾ തന്നെ എല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പെൺകുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകാനായി, +2 വിദ്യാർത്ഥിനിയാണ്, സ്കൂളിലേക്ക് പോകാനായി വീടിന് സമീപത്തൂടെ ഇറങ്ങുകയാണ്. പറമ്പിലൂടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി കുറച്ച് മുൻപോട്ടെത്തുമ്പോഴാണ് ഒരു കൂട്ടം തെരുവുനായ്ക്കൾ പെൺകുട്ടിയെ ആക്രമിക്കാനായി പാഞ്ഞടുക്കുന്നത്. പെൺകുട്ടി ഉറക്കെ കരഞ്ഞുകൊണ്ട് മുൻപോട്ട് ഓടുകയും പിന്നീട് ആ പെൺകുട്ടി അവിടെ വീഴുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് മറ്റാളുകൾ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഈ തെരുവുനായ്ക്കൾ ആ പെൺകുട്ടിയെ ആക്രമിക്കാതെ പോകുന്നത്. ഇത് നടന്നത് നാദാപുരം വാണിമേലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നമ്മൾ നൽകിയ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. നാദാപുരത്ത് തന്നെ കുറുനരിയുടെ ആക്രമണത്തിൽ 4ലധികം ആളുകൾക്ക് പരിക്കേറ്റത്. ഈ മേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിൽ തെരുവുനായകളുടെയും കുറുനരികളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണം രൂക്ഷമാണ് എന്ന പരാതി പല ആവർത്തി ഉയർന്നു വന്നതാണ്. തെരുവുനായകളുടെ ഉൾപ്പെടെ കടിയേറ്റ് നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതുമാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇന്നിപ്പോൾ ആ പെൺകുട്ടി വലിയൊരു അപകടത്തിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് ആ പെൺകുട്ടിയുടെ ഭാഗ്യമെന്ന് തന്നെ പറയാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ലക്ഷ്മി പത്മ. ബെൻസൺ ബാബു, കോഴിക്കോട് നിന്ന്.